ഇന്ത്യക്ക് വരുന്നുണ്ട് കേട്ടാ. ഇത് ശരിക്കും നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലേ ക്യാരറ്റ് കണ്ട ബീട്രൂട്ട് പറിക്കണതാണ് കേട്ടോ കാണുന്നത്. ഈ ഇല കൊണ്ടുകൊണ്ട് തോന്നുന്നു കണ്ടിട്ട് ഇത് എന്തോ ഒരു ഏരിയയിലാ നോക്കി. അമ്മോ കല്ല് കെട്ടി ഉണ്ടാക്കിയേക്കണേന്ന് പറഞ്ഞോളൂ. ഇതുമ്മ തന്നെ ഒരു ചോളം ഇവിടെ ഉണ്ട്, ഇതും ഒരു ചോളം ഉണ്ട്. ഇനി അത്യാവശ്യം വലുതുണ്ട്, പക്ഷെ അതൊക്കെ കളഞ്ഞേക്ക്. അവർക്ക് അങ്ങനെ ഓരോന്നായിട്ട് കിട്ടിയിട്ട് കഴിയില്ല. ചീര പോലെ എന്താ ഇല കറി വെക്കുന്നത് അങ്ങനെ തന്നെ പറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കണ്ടില്ല. ഇത് മൊത്തം മുന്തിരിത്തോപ്പ് തന്നെയാ. മാതള നാരങ്ങയുടെ മരമാണ്, പക്ഷെ ബ്രോക്കോളി ആവുമോ? പിന്നെ ഇത് ഇവിടെ നിന്ന് പറിച്ചു വെക്കണ പച്ച കപ്പലണ്ടി ഉണങ്ങി ആ പുള്ളി കരിക്കാളുടെ കാറിൽ വീട്ടിലെ പറന്നകന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഗൈസ്. ഇന്ന് നമ്മൾ നന്ദി ഹിൽസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നന്ദി ഹിൽസ് കാണാൻ വേണ്ടി പോവാണെങ്കിൽ കുട്ടൻ പറഞ്ഞു രാവിലെ ഏർലി മോർണിംഗിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അവിടുത്തെ എന്താ പറയാ വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏർലി മോർണിംഗ് ഇപ്പൊ എത്രയും സമയം അറിയോ? 9 മണിയായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ 8:30 ഇറങ്ങിയ സംഭവം. എന്നാൽ കൂടിയും ഇത്ര നേരം വൈകി. അപ്പൊ നേരെ നമ്മൾ നന്ദി ഹില്ല് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നേരിട്ട് നന്ദി ഹില്ലിന്റെ അവിടേക്കല്ല പോണേ. കുറേ അതിന്റെ താഴ്വരകളിൽ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അതൊക്കെ കണ്ട് നീങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് മുഴുവൻ കറങ്ങി അടിക്കലാണ് കേട്ടോ മൊത്തം. അപ്പൊ നമ്മളിങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെയൊക്കെ എന്തൊക്കെ പരിപാടികൾ എന്നൊക്കെ നോക്കി അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഇന്നത്തെ കാഴ്ചകളായിട്ട് നമുക്ക് അങ്ങനെ കൂടാം. ജയമന്തി തോട്ടം നോക്കിയേ അമ്മ, അടിപൊളിയായിട്ട് ഫുള്ള് മഞ്ഞ മാത്രം കേട്ടാ. സൂപ്പറായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറികളിൽ പോയിട്ട് പോലും ഇങ്ങനത്തെ അടിപൊളിയായിട്ട് ഇത്ര ഏരിയയിൽ നിൽക്കണ കണ്ടിട്ടില്ല. എനിക്കൊന്നും ഇത് പൂ കച്ചവടത്തിന് വേണ്ടിയാ, മറ്റേ ചെടി കച്ചവടത്തിനല്ലേ. അപ്പൊ അതുകൊണ്ടോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് പൊട്ടിച്ചു കൊടുക്കേണ്ട സമയമായില്ലോ. ശരിക്കും വിരിഞ്ഞ് ഇതായി പോയി തുടങ്ങിയില്ലേ, എന്താണോ സംഭവം അറിയില്ല. പോവാ. ക്യാരറ്റ് തോട്ടാണ് ഇപ്പൊ ഇതിനകത്ത് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. പറക്കണ്ട അവിടെ ക്യാരറ്റ് അല്ലാതെ കൊണ്ട് പറിക്കണത്. പോണ വഴിക്ക് എവിടെയെങ്കിലൊക്കെ ക്യാരറ്റിന്റെ നല്ല നല്ല സ്ഥലങ്ങൾ കാണുകയാണെങ്കിൽ നിർത്തിട്ടാ കൂട്ടാ. എന്താന്ന് മനസ്സിലായിട്ടില്ല. ഇത് കുട്ടന് വല്ല ഐഡിയ ഉണ്ടോ ഇതെന്താന്ന്? മൽബറി ആവോ? എന്തിന്റെ ചെടിയാന്നുള്ളത് അറിയില്ല. അങ്ങനെ കണ്ടിട്ട് മൽബറി ചെടി പോലെയൊക്കെയാണ് തോന്നണത്. നിങ്ങൾക്ക് ഇത് എന്തിന്റെ ചെടിയാണെന്ന് അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. നല്ലൊരു അതെ, ഇത് ശരിക്കും പറഞ്ഞപ്പോ നന്ദി ഹില്ല് പോകുന്ന വഴിക്കൊന്നും അല്ല നമ്മൾ പോണേ, വേറെ ഏതൊരു വഴിക്കൊക്കെ പോണ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതേ മുന്തിരിത്തോട്ടം കാര്യങ്ങളൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ. പക്ഷെ മുന്തിരിത്തോട്ടമൊക്കെ ഫുള്ള് വെട്ടി കളഞ്ഞിട്ടേ അപ്പോൾ ഇപ്പൊ മുന്തിരിയുടെ വള്ളി മാത്രമേ കാണുള്ളൂ, മുന്തിരി തോട്ടമായിട്ടൊന്നും കാണുന്നില്ല. ഈ വഴിക്കൊന്ന് പോയി നോക്കി നോക്കാം. ഈ വഴിക്ക് പോയാൽ മുന്തിരിത്തോട്ടം ഇൻഡസ്ട്രിയൽ ഏരിയ, അത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് കൊണ്ടാ. എന്നാ കുറച്ച് ദൂരം പോയിട്ട് ഇങ്ങോട്ട് വരാം. എന്തായാലും നോക്കി നോക്കാം. നമ്മള് ഉള്ളൊഴികൂടെ പോയാലാണ് നല്ല കൃഷി സ്ഥലങ്ങളിലേക്ക് എത്തുള്ളൂ. റോഡ് സൈഡിൽ വളരെ കുറവായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. ഹൈവേയുടെ സൈഡിലുണ്ടെങ്കിലും ഹൈവേ താഴത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട സെയിം സംഭവം. ഇത് എന്താന്ന് ഇതേവരെ മനസ്സിലായിട്ടില്ല. അത് എന്ത് സാധനം ഇപ്പൊ ആരോട് ചോദിച്ചാലും മനസ്സിലാവുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഇതൊക്കെ വല്ല ഐഡിയ ഉണ്ടേ? നീതിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കിടന്നുറങ്ങുക. ഈ വണ്ടി ഇങ്ങനെ എവിടെ നിർത്താണ്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോ നീതയ്ക്ക് അപ്പ തന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ നീത അങ്ങോട്ട് ഉറങ്ങും. ഇനി പിച്ചും പയ്യും പറഞ്ഞു തുടങ്ങും. കണ്ണട വെച്ച് ഉറങ്ങണോ ആരും അറിയില്ലെന്ന് വിചാരിച്ചു. സിനിമയില് കൂളിംഗ് ഗ്ലാസ് വെച്ച് റിസപ്ഷനിൽ നിൽക്കണം മറ്റേ ചേട്ടനെ പോലെ. ശരിയാ. ഇതിന് കൂലി എത്ര എങ്ങനെ മിണ്ടാണ്ടിരിക്കണേന് ഒരു ദിവസത്തേക്ക്? പോവാ, നമുക്ക് എന്തെങ്കിലും കാഴ്ചകളുണ്ടോ നോക്കാൻ. തട്ടിമുട്ടി സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ ഒരു വലിയ ഫാക്ടറിയാണ് കേട്ടോ, വണ്ട സംഭവമാണ്. ബാക്കിലേക്കല്ലേ ഒരു കുന്നുണ്ട്, പണി നടക്കണോ. അങ്ങോട്ട് പോയാ ഈ ഗേറ്റ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടേജ് മാത്രമേ കാണുള്ളൂ. ഇതേപോലെ ബാക്കിലേക്ക് അത്ര തന്നെ ഉണ്ട് താനും. ഇവിടെ ഒരു ഹോട്ടലിലെ ബോർഡ് കണ്ടു. അപ്പൊ മുത്ത് പറയുന്നതിന്റെ സ്പെല്ലിങ് തെറ്റാണ് എഴുതിയിട്ടുള്ളതെന്നാണ്. കാരണം HOTAL പകരം എന്ത് ചെയ്ത് മുത്തേ ഇ അല്ലേ എഴുതണം. അപ്പൊ അത് AL എഴുതി അല്ലേ? പേര് എഴുതിയത്. ഞാൻ പറയുന്നത് കർണാടകയിലായ കാരണം ഹോട്ടലിലെ സ്പെല്ലിങ് ഇങ്ങനെയാണ് എഴുതുക. ഇംഗ്ലീഷിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഞങ്ങൾ ഈ ഫാക്ടറിയുടെ നേരെ മുന്നിൽ ഇവിടെ എന്തോ വിളവ് എടുക്കണ്ട, എന്താ സാധനം എന്നുള്ളത് അറിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റും. ഇതൊക്കെ ഉറക്കത്തിലായതുകൊണ്ട് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. മുത്തിറങ്ങണില്ലെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇവിടെ ഇരിക്കും, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം അത് എന്താന്നുള്ളത്. ഞങ്ങൾ വണ്ടി എടുത്ത് ഈ വഴിക്ക് ഇങ്ങനെ വരണമെന്ന് വിചാരിച്ചു നോക്കി. പിന്നെ അള്ളി പിള്ളിയാ. പിന്നെ നിറച്ചും മഡ്കാട്ടിൻ്റെ ഇടയിൽ കുന്ന് ചെളിയുണ്ട്. ഇനിയും വലിച്ചു കയറ്റുന്നുണ്ട്, വണ്ടിയുടെ വെയിറ്റ് കൂട്ടണ്ടല്ലോ. പിന്നെ അത് തന്നെയല്ല ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ അങ്ങടെ അങ്ങടെങ്കിലും ചെളിക്കട തെന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് പോവും. ഇലയാണ് കേട്ടോ പറിക്കണത്. ഇല പറിച്ചു കച്ചവടം ചെയ്യും. ചീരയൊന്നുമല്ലത്. സംഭവം എന്താണെന്ന് മനസ്സിലായി. ഇത് കണ്ടിട്ട് മനസ്സിലായി നിങ്ങൾക്ക്? ബീട്രൂട്ട് പറിക്കണതാണ് കേട്ടോ കാണുന്നത്. ഇത് ബീട്രൂട്ടിൻ്റെ തയ്യാണ്, മൊത്തം ബീട്രൂട്ടിൻ്റെ തയ്യാണ്.
ഉണ്ടാ അതിലുണ്ടാ കുഞ്ഞിതാ. ആ അപ്പോൾ ഇവിടെ നോക്കി നോക്കാം. വലിയത് എന്തായാലും ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇത് പറിച്ചപ്പോൾ അടിയിലൊന്നും ഇല്ലാത്ത കളഞ്ഞിട്ടുള്ളതെന്ന് കൊണ്ടാ ഇങ്ങനെ. അതായിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നത് പറിച്ച് കളയണതാണ്. അടുപ്പിച്ചല്ലേ നിൽക്കണേ. അടുപ്പിച്ചല്ലേ നിൽക്കണത്. അപ്പോൾ ഈ സാധനം ഇവര് ലേശം ഗ്യാപ്പ് ഇട്ടാലാവും ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ കളയായിരിക്കണം, പറിച്ച് കളയായിരിക്കണം ചെയ്യണത് അല്ലേ. നോക്കി നോക്കാം. ഈ വണ്ടിയിൽ ഞാൻ വിചാരിച്ചു ഈ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണതാവുമെന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല സംഭവം. ഇപ്പൊ ഇതെങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഈ സ്ഥലം വൃത്തിയാക്കി ഇട്ടിട്ടില്ലേ, ഈ സ്ഥലത്ത് മൊത്തം ഇത് ഇത്ര അകലത്തിൽ ഇട്ട് പോകും. പിന്നെ അങ്ങനെ തിരിയണ വെള്ളം സ്പ്രിങ്ക്ലർ ഫുൾ അങ്ങോട്ട് ഫിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ഫുൾ അതിൻ്റെ ഉള്ള സ്പ്രിങ്ക്ലർ വെച്ചിട്ട് തന്നെയാ. ഇതേ ഈ ഇല കൊണ്ടുണ്ട്. ഈ ഇല വ്യത്യാസമുണ്ട് മോനെ. അത് ചീരയുടെ പോലത്തെ അല്ലേ, ഇതിന്റെ അല്ലേ അത് കണ്ടോ. ഇത് വേറെ പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത്. ഇതേ കെട്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അത് ഇതിന്റെ അല്ല, അപ്പുറത്ത് വേറെന്തോ. അപ്പുറത്ത് വേറെന്തോ അല്ല, ഇതിന്റെ ഉള്ളിൽ വേറെന്തോ നട്ടുണ്ടായിരുന്നു. അതാണ് അവര് പറിക്കണത്. ഇതല്ല, ബീട്രൂട്ട് അല്ല പറിക്കണത്. അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഇലയാണ് ഈ കാണുന്നത്. അത് ചിലപ്പോ ചീര കൂടാ. ഇത് ചീരയാണ്. പാലക്ക ചീര അങ്ങനെ എന്തെങ്കിലും സാധനം. ഇത് ഉണങ്ങിയ ഇല വെച്ചിട്ട് കെട്ടിയിട്ടുള്ളതാ. ഇത് തണ്ട് മാത്രം ഇങ്ങനെ നിൽക്കണോണ്ട് കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പാലക്കോ അല്ലെങ്കിൽ ചീരയോ അങ്ങനെയുള്ള സാധനം ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ട വേറൊരു ഇത്. അതിൻ്റെ ഉള്ളിലത്തെ ഫുൾ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് ഇതേപോലെ കെട്ടാക്കി ഈ ലോറിയിൽ കയറ്റി വരുന്നതാണ്. ഇപ്പോഴാണ് നമുക്ക് വ്യക്തമായത്. അത് റോസാ ചെടിയല്ലോ. ആ കാണുന്ന റോസാപ്പൂവാണ്. അവിടെ വരെ നടന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നിറച്ചും ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മളിത് മനസ്സിലാക്കാൻ കാരണം കൊടൈക്കനാലൊക്കെ പോയപ്പോഴേ ഇത് ഇതേപോലത്തെ തയ്യിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് ക്യാരറ്റ് പൊട്ടിച്ചു തന്നത്. ഇതുണ്ടോ, ഫുള്ള് ക്യാരറ്റാണ് ഇവിടെ നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് ബീട്രൂട്ട്, ഇത് ക്യാരറ്റ്, അതിൻ്റെ അപ്പുറത്ത് ചീര, പിന്നെ അത് റോസ് തന്നെ ആവണം അല്ലേ. ഇത് വേണമെങ്കിൽ ഇതിനകത്ത് എങ്ങാനും ചെറുതിലുണ്ടെങ്കിൽ നോക്കി നോക്കട്ടെ. ഏതെങ്കിലും കുഞ്ഞ് സാധനം പൊട്ടിച്ച് നോക്കി അതിൻ്റെ അടിയിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. നോക്കി നോക്കട്ടെ. കണ്ട ക്യാരറ്റ് കണ്ട. ഇത് തിന്നാൻ നമുക്ക് കുഴപ്പമില്ല. ഒരെണ്ണം പൊട്ടിച്ച് അയ്യോ ഇനിത് മണ്ണല്ലേ, കഴുകാണ്ട് തിന്നാൻ പറ്റുമോ. പെട്ടു അല്ലേ. ഇത്ര ചെറുതുമ്പോൾ ഇത്ര ക്യാരറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നോക്കിയപ്പോൾ ഉണ്ട് ഫുള്ള് പൂവുണ്ടായി നിൽക്കുക. ഇതാണ് നമ്മുടെ നാട്ടിലേക്ക് റോസാപ്പൂ എന്ന് പറഞ്ഞിട്ട് വരുന്ന സാധനം. പക്ഷേ ഇത് ചെറുതല്ലേ. ഇല്ല, ഇത് വലിപ്പം വെക്കുകയാണെങ്കിൽ അപ്പോഴേക്കും വീട്ടിൽ പോവില്ലടാ. അപ്പോൾ ആ വീട്ടിൽ ഒക്കെ പൊട്ടിച്ചു പോയിട്ടുണ്ട്. മുട്ട് തന്നെ തീരെ എനിക്ക് തോന്നണേ ഇതേ നാളേക്ക് വിടരും. അപ്പൊ ഇത് മുഴുവൻ പൊട്ടിക്കും. അങ്ങനെയായിരിക്കും. അപ്പോൾ അതാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് മറ്റന്നാളേക്ക് ഉള്ളതായിരിക്കും. അങ്ങനെ ഓരോ ദിവസം പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് എന്തോ ഒരു ഏരിയയിലാണ് നോക്കി ഈ സാധനം നിൽക്കണത്. ഇങ്ങനെ നോക്കത്താ ദൂരത്തേക്കാണ്. എവിടെ ഇതിൻ്റെയാ? എന്നിട്ട് ചെടിയാ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ റൗണ്ട് പോയിട്ടുണ്ടല്ലേ. അതിൽ പൂവുണ്ടാവാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ആ ചുമപ്പില്ലേ, ഇതിൻ്റെ കോമ്പിനേഷൻ സാധനം ഒരു ചുമപ്പ് നമ്മൾ പലയിടത്തും കാണില്ലേ, അതാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നടന്നു നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്തോരും മുട്ടും പൂവാന്ന് നോക്കിയാൽ നമ്മുടെ അവിടെ ഒരു പൂവുണ്ടായി കിട്ടാൻ നമ്മൾ കൊതിക്കണം. ഇവിടെ കൃഷിയായിട്ടാണ് ഈ പൂ കൃഷിയൊക്കെ ചെയ്യണത്. അടിപൊളി കേട്ടോ. ഇതെന്താ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ നിന്നാണോ സപ്ലൈ ചെയ്യണ എല്ലാ സ്ഥലത്തേക്കും വെള്ളം? മീനാണോ എന്താണെന്നറിയില്ല. വെള്ളം ഇവിടെ ഇതേ പൈപ്പുകൾ ഇട്ടിട്ട് ഇങ്ങനെ. ഏത് മീനുണ്ടോ? അല്ല. ഇത് ഞങ്ങളിപ്പോൾ ഇതേ ഇവിടുന്ന് ഇത്രയാണ് വന്നുള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെ കിടക്കുക ഇങ്ങനെ അറ്റം വരെ. അതിൻ്റെ തൊട്ടിപ്പുറത്തും ഈ പറഞ്ഞ പോലെ തന്നെ ക്യാരറ്റ് അടിപൊളിയായിട്ട്. ഇതേടെ കിണറ് കല്ല് കെട്ടി ഉണ്ടാക്കിയേക്കണെന്ന് പറഞ്ഞ എളുപ്പമല്ല കേട്ടോ. അയ്യോ വെള്ളമില്ലടാ, കാലി. വേസ്റ്റ് കിണറല്ല ഇത്. വെള്ളം ഇല്ലാത്ത കാരണം ചിലപ്പോൾ അവർ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയെടുക്കില്ലല്ലോ. അപ്പോൾ വെള്ളം വറ്റിയത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വേസ്റ്റ് ഇട്ടതായിരിക്കും മിക്കവാറും. അതും ശരിയാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ മൂടുമായിരിക്കും. ഈ കല്ല് പോലും അടർത്തിയെടുക്കില്ലേ. ഈ കണ്ട പലയുടെ കല്ല്. ഒരു പൂ പൊട്ടിച്ചു കേട്ടോ. പൂ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നില്ല. ഒരു ചേട്ടനോട് ചോദിച്ചിട്ട് ഒരു പൂ പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു പൂ പൊട്ടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ക്യാരറ്റും സാധനങ്ങളൊന്നും പറിക്കാറായിട്ടില്ല. അവരുടെ അടുത്ത് ചോദിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ. ഈ സംഭവം ചക്കൊത്ത എന്നാണ് അതിന് പേര് പറഞ്ഞത്.
ചീരയ്ക്കായിരിക്കും ചക്കവത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചീര പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും സാധനമായിരിക്കും. അതേപോലെ ബീട്രൂട്ട് ഉണ്ടോ 1 കിലോ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കാണിച്ചു തന്നത് ഇത്ര ആയിട്ടുള്ളൂ, ഇത് പൊട്ടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാന്ന്. അപ്പോൾ പിന്നെ അതാണെങ്കിൽ പൊട്ടിക്കുകയില്ല, അത് ആളുടെ അല്ലാന്ന് തോന്നുന്നുണ്ട് ഒന്നാമത് തന്നെ അല്ലേ, ആളുടെ ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പണിക്കാരും കാര്യങ്ങളൊക്കെ കഞ്ഞി കുടിക്കുക. അതേ ഇവിടെ ക്യാബേജ് ഉണ്ടല്ലോ, ഇത് വേറെ ആൾക്കാർ ഇവിടെ ക്യാബേജാണോ കോളിഫ്ലവർ ആണോ അത് അറിയില്ല എന്ത്? അതെ ക്യാബേജ് नोकोल बोलते हैं, നൊക്കോൾ. ये सही जाता है, सांभर को डालते हैं। ഓ എന്താണ് ये बड़ा होता है, छोटा है ना, अभी बड़ा होता है। अंदर देख लो, अभी बड़ा है, അന്തർമേ ബെടായേ अभी ये सही होगा। എന്താ സംഭവം മനസ്സിലായില്ല. എനിക്ക് തോന്നണതേ ഇത് ക്യാബേജോ കോളിഫ്ലവർ തന്നെയാണ്. അവർ ഇവിടുത്തെ ഭാഷ പറയുമ്പോൾ മനസ്സിലാവാണ്ട് അങ്ങനെ എന്തെങ്കിലും. ക്യാബേജ് ആണെന്ന് ചെല്ലാന്ന് പറഞ്ഞു, കോളിഫ്ലവർ ആണെന്ന് ചെല്ലാന്ന് പറഞ്ഞു. പിന്നെ ഇതിപ്പോൾ എന്തിട്ട് ഇങ്ങനെ ഒരു സാധനം നമുക്ക് ആള് പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പോയി നോക്കാൻ പറഞ്ഞു, പോയി നോക്കിയിട്ട് ഒന്നും കാണണമെന്നില്ല. ഇപ്പൊ നീല കളർ വേറെ സാധനമില്ലേ, ആ ക്യാബേജ് പോലെ നീല കളറിലേക്ക് അതാവും, അങ്ങനെയുള്ള സാധനങ്ങളാവൂലേ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അവിടെ ഇത് നിൽക്കണ്ടേ, ചോളായി ഉണ്ടോന്ന് നോക്കിയിട്ട്, ചോളായി ഉണ്ടെങ്കിൽ ചോളം പൊട്ടിച്ചേരാൻ പറയാം, എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് നോക്കട്ടെ. ഫ്രഷ് ആയിട്ടുള്ള സാധനം. പക്ഷെ പിന്നെ വേറൊരു കാര്യം നീ കണ്ട, അവിടെ ചേട്ടൻ മാട്ടെന്ന് മരുന്നടിക്കുക തന്നെയാ. ഇതൊന്നും അങ്ങനെ തന്നെ. മരുന്ന് അത് തന്നെ, അതേ പാട്ടയുടെ അവിടേക്ക് ഇരിക്കണ ഗ്രപ്പിയാക്കി വമ്പ മരുന്നടിച്ചിട്ട് തന്നെ ഇവരെയൊക്കെ അങ്ങോട്ട് നാട്ടിലേക്ക് അയക്കണത്, അല്ലെങ്കിൽ ഇവിടെ ആയാലും ആൾക്കാർ മേടിച്ച് കഴിക്കണത്. പക്ഷെ കൃഷിത്തോട്ടത്തിൽ നേരിട്ട് പറിച്ച് കഴിക്കുമ്പോൾ എന്ത് മരുന്നടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സന്തോഷം ഉണ്ട് കേട്ടോ. അത് എന്ത് സംഭവമാണെങ്കിലും. അതെ, നമ്മളിപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഫ്രോസന് ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, അതിനൊരു ടേസ്റ്റ് ഉണ്ട് അല്ലേ. അതേപോലെ അപ്പം തന്നെ ലൈവ് കൊന്നു തന്നതിന് ഒരു ടേസ്റ്റ് എന്ന് പറയില്ല. അപ്പോൾ അതെല്ലാം അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അപ്പം തന്നെ കിട്ടണം. അതേപോലെ മീനായിക്കോട്ടെ, ഫ്രഷ് ലൈവ് പിടിച്ച് മീൻ, എന്ത് തല്ലിപ്പൊളി മീനായാലും അതിന് ടേസ്റ്റ് ഇടുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ചോളം ഇവിടെ ഉണ്ടായി തുടങ്ങിയിട്ടില്ലടാ. ചോളം തന്നെയല്ലേ, അടിയിൽ നിന്നല്ലേ ചോളം ഉണ്ടാവും. അതേ ചോളം ഉണ്ടായി നിൽക്കണു, ചോളാണിത്. ഇത് എത്ര ചോളം ഉണ്ടായിക്കണം നോക്കി, ഇതേ കണ്ടോ ചോളം, ഇതേ ഒരു ചോളം, ഇതുമ്മ തന്നെ ഒരു ചോളം ഇവിടെ ഉണ്ട്, ഇതുമ്മ ഒരു ചോളം ഉണ്ട്. ഇനിയിപ്പോൾ മുകളിലേക്ക് ഉണ്ടാവും, പൂ വന്നു. അതേപോലെ ഈ ചോളത്തുമ്പിലും പൂവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അത് മൂത്ത് ദേ കണ്ട, മൂത്ത് വരുമ്പോൾ ദേ പൂവ് ഇങ്ങനെ കണ്ടിട്ട് നന്നായിട്ട് ഇതായി കഴിഞ്ഞ് ചോളം പൊട്ടി തുടങ്ങും. അതേ ഉള്ളിലൊക്കെ കണ്ടു. ഓരോരുത്തമ്മ 2 വെച്ചിട്ടാണല്ലോ ഉണ്ടാവുള്ളൂ, അത്ര ഉണ്ടാവുള്ളൂ. എല്ലാത്തുമ്പോൾ 2, അതേ ഇതുമ്പോൾ 2 ഉള്ളൂ, ഇതുമ്പോൾ 2 ഉള്ളൂ. കണ്ടോ അങ്ങനെ ഉള്ളൂ. ഇത് മൊത്തം അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങറ്റ വരെ. പൂവായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, പൂവായ എനിക്ക് തോന്നണേ പിന്നെ ഉണ്ടാവില്ലായിരിക്കും. നീതയ്ക്കൊക്കെ ഇഷ്ടമാണ് സംഭവം. ഊട്ടിയിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് അവർ പൊട്ടിച്ച് തരില്ലേ, അതിൻ്റെ ഇല കൊണ്ട് ഞങ്ങൾ കറി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാ. ഒരു തോരൻ വെക്കണ പോലെ വെച്ചാ അത്യാവശ്യം വലുതുണ്ട്. പക്ഷെ അതൊക്കെ കളഞ്ഞേക്ക്, അവർക്ക് അങ്ങനെ ഓരോണ്ണായിട്ട് കിട്ടിയിട്ട് തരില്ല. നമുക്ക് സംഭവം ഇതിന് 10 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി വെക്കാനുള്ളത്. അതേ കാരണം നോക്കി, ഇത് ഈ വലിപ്പമുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഇഷ്ടം പോലെയുണ്ട്, കൂർക്കനേക്കാളും വലിപ്പമുള്ളതൊക്കെ. ഈ ബീറ്റ്റൂട്ടിൻ്റെ ഇടവേളയായിട്ട് ഇവർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവിടെ പറിച്ചുകൊണ്ടിരിക്കുന്ന സാധനമില്ലേ, അത് ചീരയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ചീരയൊന്നുമല്ല, ഇതിൻ്റെ പേരറിയില്ല, നമ്മളിത് കണ്ടിട്ടുമില്ല എന്താണ് സാധനം. ഇതാണ് നമുക്ക് മനസ്സിലായിട്ടുമില്ല സംഭവം. ചീര പോലെ എന്തായാലും കറി വെക്കുന്നത് അങ്ങനെ തന്നെ പറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അവർ സംഭവം കെട്ടാക്കിയിട്ട് വിടുകയാണ് ചെയ്യണത്. ഇതാണ് ശരിക്കും ആക്ച്വലി ആ സംഭവം. കണ്ടില്ലേ, ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ. പേര് പാലക്കൊന്നല്ലത്, ഇത് അല്ല നമ്മുടെ നാട്ടിൽ കാണാത്ത പോലത്തെ സംഭവം ഇത്, അല്ലാണ്ട് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്തോ ഒരു പ്രത്യേക സൈസ് സാധനമാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഇതേപോലെ നിന്നോടത്താണ് അവർ ബീട്രൂട്ട് മാത്രമാക്കി ഇതിൻ്റെ ഇടവെള്ളം മുഴുവൻ പറിച്ചിട്ട്. പിന്നെ അതേ സൈഡിൽ നിറച്ചും പയർ നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മൾ ഇതിനോട് ഉള്ളിയൊക്കെ ഇഷ്ടം പോലെ നട്ടു വെച്ചിട്ടുണ്ട്. സംഭവം ഇപ്പോൾ ഇവരിത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഇപ്പോൾ ഉള്ളി വേണം, അല്ലെങ്കിൽ പയർ വേണം, സബോള വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇവർക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ഇതോടൊപ്പം തന്നെ സൈഡിൽ ഇവർ കൃഷി ചെയ്തിട്ടുണ്ടാവും കുറച്ച് സ്ഥലത്ത്. അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലത്. ഇതേ പൈപ്പ് കിടക്കണില്ലേ, ഈ പൈപ്പും സാധനങ്ങളൊക്കെ ഇനി ഫുള്ള് ഇതിൽ വരാനുള്ളതാണ്. എന്നിട്ട് വേണം ഇവർക്ക് ഇവിടെയും ഇതേപോലെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ. ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ പകുതി ആകുമ്പോഴേക്കും അടുത്തേക്ക് തുടങ്ങും. അങ്ങനെ ഫുള്ള് ഇട്ടാ. എന്തായാലും സംഭവങ്ങൾ വന്ന് വ്യക്തമായി കണ്ട് മനസ്സിലാക്കി. ഓരോ സ്ഥലത്തും ഓരോ രീതികളല്ലേ. ഇപ്പോൾ കൃഷി സ്ഥലങ്ങളിലായാലും നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല രീതിയിലാണ് അവർ കൃഷി ചെയ്യുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതികൾ. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തെയും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി കാണാമെന്ന് പറഞ്ഞ രസമല്ലേ. അപ്പോൾ എല്ലാം കണ്ട് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ബീട്രൂട്ടും ക്യാരറ്റും സാധനങ്ങളൊക്കെ കണ്ടിട്ട് നല്ല മുന്തിരിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് നോക്കി അങ്ങോട്ട് മെല്ലെ പോകും കൂട്ടാ. ഇവിടെ നല്ല ചൂടുണ്ട് അത്യാവശ്യം. അതെ, ബാംഗ്ലൂർ തണവെന്ന് പറഞ്ഞിട്ട് ചൂടാണല്ലോ കൂടുതൽ. ഇതല്ലല്ലോ അല്ലേ, അതായിരിക്കും.
ആക്രിയൊക്കെ ഇവിടെയും കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ വക സാധനങ്ങൾ കൊണ്ടിട്ട് ഇത് വല്ല തകരച്ച ആ വിലക്ക് കൊടുക്കാൻ പറ്റിയ സാധനം ലിസ്റ്റ് ഇവർ ഈ നിലയ്ക്ക് കൊണ്ടുവന്ന് ഈ വിൽക്കാൻ പറ്റിയ സാധനങ്ങൾ ഇങ്ങനെ അല്ല തകരത്തിന്റെ ഷീറ്റില്ലേ നമ്മുടെ ടിൻ ഷീറ്റ്, ആ ഷീറ്റാണ് ഈ കിടക്കണത്. അതേപോലെ ഒരു വണ്ടിയുടെ ടയർ, അതേപോലെ അതിന്റെ അബ്ബ്, ഇതൊക്കെ ഇരുമ്പ് വിലക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടണ മുതലുണ്ട് നോക്കിയത് കിടക്കണത്. ആവശ്യമുള്ളത് കൊടുത്ത് കാശ് മേടിച്ച് എന്നിട്ട് വേസ്റ്റിലേക്ക് കൊണ്ട് തള്ളുകയാണെങ്കിലേ ആക്രിക്കാരില്ല ഇവിടെ. അതാണ് എൻ്റെ ഒരു സംശയം. കണ്ടു തുടങ്ങേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ. നോക്ക് അത്ര അധികം കിടക്കണേ, വേസ്റ്റ് അല്ല ഇരുമ്പാണ് കിടക്കണതേ. ഇവിടെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താ ചെയ്യണമോ? കുറേ നേരമായി ഞങ്ങൾ പോയിട്ടേ, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അങ്ങോട്ട് പോയിപ്പോൾ നിറച്ചും ചിരക്കികൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം കണ്ടില്ല, അപ്പോൾ അവിടെ നിന്ന് നിർത്തിയതാണ്. നിറച്ചും ചിരക്കിയുണ്ട്. നമുക്ക് അവിടെ നിന്ന് റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാണ്ട് അതൊക്കെ പറിച്ച് കളഞ്ഞേക്ക് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലായില്ല. ഫുള്ള് ദേ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ എനിക്ക് ആവശ്യത്തിലധികം പറിച്ച് വിൽക്കണേക്കാളും കൂടുതൽ പറിച്ച് കളഞ്ഞതാണ് കാണുന്നത്. ഇത് കണ്ടോ, ഇതിമ്മൊക്കെ വളരെ കുറവാണ് നിൽക്കണുള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അടിയിലൊക്കെ നിറച്ചും ഈ പറഞ്ഞ പോലെ തന്നെ സെൻറ്റിമല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. സെൻറ്റിമല്ലി കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഇടവേളയായിട്ട് സെൻറ്റിമല്ലി ചെയ്യേണ്ട മുകളിൽ ചിരക്ക പക്ഷേ ഇവിടെയൊന്നും കാണുന്നില്ല വലിയ കാര്യമായിട്ട്. ഈ പുറത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ടുള്ള പോലെ ഉള്ളിലൊന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയ കാരണം റോട്ട് നിർത്തിയിട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. ടോളിൻ്റെ വഴിക്ക് എത്തിയിട്ട് നെല്ലൂർ. അപ്പോൾ ടോൾ കൊടുക്കാണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ കിടക്കണത് അല്ലേ? അതെ, ടോൾ കൊടുക്കാണ്ടെന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ളിക്കിടി ആകുമ്പോ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ നന്നായിട്ട് പോകാമല്ലോ. അതാണ് ഈ ടോൾ കൊടുക്കാത്തതിന്റെ മെയിൻ കാരണം. നമ്മൾ ശരിക്കും പ്രാന്തപ്രദേശം, അതെ പ്രാന്തപ്രദേശം എന്ന് ഇത് ഇടയ്ക്ക് പറയുന്നുണ്ട്, പ്രാന്തപ്രദേശത്തേക്ക് പോകാൻ. അതെ, പ്രാന്തപ്രദേശത്ത് ഫ്ലൈറ്റ് ഇന്ന് ഇവിടുത്തെ വില 90-72 കേട്ടാ. ബാംഗ്ലൂര് 89-56. അവിടുന്ന് ഇത്ര അങ്ങോട്ട് മാറിയില്ലടാ. അപ്പൊ എന്തായാലും അടിക്കട്ടെ കുറച്ച്. ഡീസൽ അടിക്കുമ്പോൾ ചെറിയൊരു ചടങ്ങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളുടെ ചാവി എപ്പോഴും ഊരി നമ്മൾ കൊടുക്കണം കേട്ടോ. അത് മറ്റേ സൈസ് ആക്കാൻ പറ്റുന്ന സംഭവം, അതിന് നല്ല പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ചാവി ഉള്ള കാരണം നമ്മൾ 2 ചാവി വണ്ടിയിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഒരെണ്ണെടുത്ത് പുറത്തേക്ക് കൊടുക്കും. അപ്പോൾ വണ്ടി ഓഫ് ചെയ്യണ്ട, അല്ലെങ്കിൽ പിന്നെ വണ്ടി ഓഫ് ചെയ്തിട്ട് വേണം ചാവി എടുത്ത് കൊടുക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഡീസൽ അടിക്കുമ്പോൾ ചാവി ഓഫ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കി എത്ര കിലോമീറ്റർ ഇനി ഓടും, അതുപോലെ തന്നെ ആ ഡിജിറ്റൽ സംഭവങ്ങളൊക്കെ ഇല്ല. അത് ഡീസൽ അടിക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ചെയ്തില്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് റീസെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ചാവി ഓഫ് ചെയ്ത് അത് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ അതിന് വരെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ കണ്ടുപിടിച്ച് ഇങ്ങനെ ആക്കിയതാണ്. നിലവിൽ ഡീസൽ അടിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ ചെറിയ ഡ്രോബാക്കുകൾ ഉണ്ട്. പിന്നെ ചില ഡീസൽ കമ്പനിക്കാർക്ക് നിർബന്ധമുണ്ട് ഡീസൽ അടിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നത്. അത് ഗ്യാസിന് അങ്ങനെ ഇല്ല, ഗ്യാസിനുണ്ട്, ഡീസലിനും പെട്രോളിനും ഒക്കെ അങ്ങനെ ഉണ്ടല്ലേ. ചില കമ്പനി പമ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അവര് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല, പുറത്തേക്ക്. അത് CNG ഞാൻ കണ്ടിട്ടുണ്ട്. CNGക്ക് പറഞ്ഞ പോലെ തന്നെ ഇറങ്ങി എല്ലാവരും പുറത്ത് വെക്കണം. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കണ്ടവന്റെ അടുക്കളയുടെ ഉള്ളിൽ കൂടെ തന്നെ ഗൂഗിൾ മാപ്പ് കാണിച്ചു കൊണ്ട് പോണേ. ഏത് ടോളില്ലാത്ത റോഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇറക്കിക്കോ, അല്ലാണ്ട് വേറെ വിഷയമൊന്നുമില്ല. മുന്തിരിത്തോപ്പാണോ അത്? ആണോ? എന്താ നീ ഇറങ്ങണ്ടാ, ഞാൻ കണ്ടാ എന്താ കാര്യത്തിന്. ആണോ? ഇപ്പൊ എന്താ ഇനി ഇത് തൊട്ടടുത്ത് മുന്തിരിത്തോട്ടം കാണാറായില്ലേ? മുന്തിരി തോട്ടം എന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ. മുന്തിരി ഓരോണ്ണത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു സീസൺ അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വെട്ടി നിർത്തുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഒന്നും കാണാത്തത്. പക്ഷെ നമ്മൾ നേരത്തെ ചിലപ്പോ ഓരോ തോട്ടത്തില് ഓരോ സമയം. അതെ അതെ അതെ, ചിലപ്പോ ഈ ബാംഗ്ലൂര് വെസ്റ്റ് ചിലപ്പോ ഇങ്ങനെ എവിടെയാ ആ സൈഡിൽ ചിലപ്പോ ആ സമയത്താവുന്ന വിളവെടുപ്പ്. ഇപ്പൊ ഇവിടെയും ചിലപ്പോ ഉള്ളതുണ്ടാവും, നമുക്ക് അറിയാണ്ടല്ലേ. അപ്പൊ എന്തായാലും സംഭവം ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത്ര വലിയ തോട്ടമല്ല, അത്ര നല്ല തോട്ടമല്ല, കാണാനും ഭംഗിയില്ല. എന്തായാലും ഈ സൈഡിൽ കൂടെ വന്ന കാര്യം ടോള് കട്ട് ചെയ്ത കാര്യം ഇങ്ങനെ ഒരു ഗുണമുണ്ടായി അല്ലേ? മുന്തിരിത്തോപ്പ് നിറച്ചും മുന്തിരിയായിട്ട് ഇങ്ങനെ നിൽക്കണ കാണുമ്പോഴാണ് അതിന്റെ ഒരു രസമുള്ളൂ. ഇതിപ്പോ വെറുതെ നമ്മൾ എന്താ പറയാ, മുന്തിരി മാത്രമേ ഉള്ളൂ, ഒറ്റ മുന്തിരിങ്ങ കാണുന്നില്ലല്ലോ അതില്. ഇല്ല, ഈ സാധനമാണ് ഇതേപോലെ പിടി കിട്ടാത്തൊരു സാധനം. ഇതല്ലേ ഞാൻ നിന്നോട് നേരത്തെ ചോദിച്ചേ, അതാണ് ഉണ്ടായത്. മൽബറി ഗായ്സ്, ഇത് തെങ്ങാന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല മുന്തിരിത്തോപ്പ്. ഇതേ കണ്ടില്ലേ, ഇത് മൊത്തം മുന്തിരിത്തോപ്പ് തന്നെയാ. ഇതൊക്കെ നോക്കിയാൽ ദൂര സ്ഥലത്താണ്, പക്ഷെ ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലെ. എല്ലാടക്കം പുഴു കടിച്ചിട്ട് ആകെ നാശകോശമായിട്ട് ഇരിക്കണു. എന്തെങ്ങനെ ഇരിക്കണ ഇതൊക്കെ? അതെ, ഏരിയുണ്ട് ചെറുതെന്ന് പറഞ്ഞ. നീ ഏതാ നോക്കിയ അവിടെ മരിയ കിടക്കണേന്ന് നോക്കിയ, എന്തോരം ബാക്കിലേക്ക് എന്തോരാ നോക്കിയ. ചെറുത് 1 കിലോമീറ്റർ ആയി തുടങ്ങിയിട്ടുണ്ട്.
ഇവിടെ ചെറുതേ. നമുക്ക് സ്ട്രൈറ്റ് തന്നെയല്ലേ കാണിക്കാൻ? പ്രാന്തപ്രദേശം കഴിയാനാ പോണത്. ആ വീണ്ടും NH-ലേക്ക് എത്തുമ്പോ നമ്മൾ വീണ്ടും ടോളിന്റെ അവിടേക്ക് എത്തിയിട്ടാ. ടോള് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് കേറിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത് മണ്ടത്തരായി. ഒരു കാര്യം ചെയ്യാൻ കൂട്ടാ, ഞാൻ പറയണത് അതിലെ വണ്ടി പോണണ്ട നീ കണ്ട അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മാപ്പിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ. ഇതിപ്പോ നമ്മൾ വീണ്ടും അവിടേക്കാ വന്നത്. ഇതിപ്പോ ഉണ്ടായത് ഇതിലായിരുന്നു നമ്മൾ പോകേണ്ടത്. ആ ഇതിങ്ങനെ പോയിട്ട് ഇതിങ്ങനെയായിരുന്നു പോകേണ്ടത്. ഇത് ഫുള്ള് ഉണ്ടായി നിൽക്കുന്ന സാധനം മാതള നാരങ്ങയുടെ മരമാണ്. പക്ഷെ മാതള നാരങ്ങയിൽ പൂട്ടുണ്ട്, ഒന്നും ഉണ്ടായിട്ട് കാണുന്നില്ല. ഇത് മൊത്തം തന്നെയല്ലേ? മൊത്തം മാതള നാരങ്ങ. അപ്പൊ അത് എന്തിനാണോ എനിക്ക് തോന്നണേ, അതിന് വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി മുകളിൽ ഷീറ്റ് ഇടാനുള്ള പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. കമ്പി വലിച്ചിട്ടങ്ങനെ മൊത്തം. അതാണ് തോന്നുന്നു. വേണ്ടേ? വേണ്ടി വരില്ല, ചിലപ്പോ തണവായിരിക്കും വേണ്ടി വരിക. അതായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ളതിന്റെ കാരണം. കണ്ടോ? പക്ഷെ അറിയില്ല, നോക്കി നോക്കാം. നമുക്ക് അടുത്ത ആഴ്ച വന്നിട്ട് നോക്കാം അവര് പന്തല് ഇടാനാണോ അതോ ഇനി വെറുതെ പറ്റിക്കാൻ, നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെറുതെ കാല് മാത്രം കാട്ടിയിട്ടുള്ളതാണോ എന്നുള്ള സംഭവം നോക്കാലോ. CCTV വെച്ചിട്ട് പോവാ. അപ്പൊ വീട്ടിലിരുന്ന് നോക്കിയാൽ മതിയല്ലോ. അതെ, ഈ വഴിക്കൊന്നും വണ്ടിയൊന്നും വരാറില്ല എന്നുകൊണ്ടെന്നേ അവരുടെ പിള്ളേരൊക്കെ ഇങ്ങനെ വാവിട്ട് നോക്കണത്. ഗൂഗിൾ മാപ്പ് ചതിക്കോ നമ്മളെ? ഏറെക്കുറെ സംഭവം ടോളിന്റെ പേരിലെ റോഡാണ് കാണുമ്പോ. പക്ഷെ അപ്പുറത്ത് നിന്ന് കയറാൻ പറ്റിയത് നമ്മൾ രക്ഷപ്പെട്ടു, സക്സസ് ആവും. ഇല്ലെങ്കിൽ പണിയാ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു പണി എന്ന് പറയണത്. പുതിയ വഴികൾ കണ്ടുപിടിക്കുക. അതെ, ഇത് ബാക്കിൽ ഗൂഗിള് നോക്കി തുടങ്ങി. ഇനി വഴി തെറ്റില്ല കേട്ടാ കുട്ടാ. നിന്റെ ഈ ലൊട്ടിലൊടുക്ക് കേസൊന്നല്ല. എന്റെ നീത ഇന്ത്യ മൊത്തം എന്നെ കറക്കിയിട്ടുള്ളതാ. 5 റൗണ്ട് അടിപ്പിക്കും വേണമെങ്കിൽ ഒറ്റ സ്ഥലത്ത്. അതാ ഞാൻ പറഞ്ഞ 5 പ്രാവശ്യം വേണമെങ്കിൽ നിന്ന സ്ഥലത്ത് നിന്ന് കറപ്പിക്കുന്നു. ഇതൊക്കെ ഇതല്ല ചേട്ടാ, ഇത് നമ്മൾ വന്ന വഴിയല്ല ചേട്ടാ. 5 റൗണ്ട് കഴിഞ്ഞപ്പോ ഉണ്ട്. ഇത് നമുക്ക് ഇത് പുറത്ത് കിടക്കണം. ആണോ? അത് നമുക്ക് പുറത്തേക്ക് വേറെ വഴി പറഞ്ഞുതരാം. അതേപോലെ ആവും. ആൽമരം. ഇത് ആൽമരാണോ? അതെ, അതല്ലേ അയ്യോ കൊരങ്ങന്റെ കുട്ടി. ഇവിടേക്ക് നല്ല ശല്യാവൂല ഇവർക്കില്ലേ? ആ വീടിന്റെ സൺഷൈഡിന്റെ ഉള്ളിൽ നോക്കിയേ, കുഞ്ഞു കുട്ടി അടക്കം. അതിലൊക്കെ നിറച്ചു കുരങ്ങന്മാരായി വീടിന്റെ അവിടെ. നമ്മുടെ അവിടെ മലയണ്ണ എന്ന് പറയണ പോലെ ഇവിടെ കുരങ്ങൻ ജമ്മ അതുകൊണ്ടാണ് വീട്ടുകാരുടെ. കാരണം എല്ലാ സാധനങ്ങളും എടുത്തോണ്ടൊക്കെ പോയില്ലേ, വലിയ പ്രശ്നമാന്നേ. കുരങ്ങൻ നശിപ്പിക്കും. നമ്മുടെ വീട്ടിൽ ഗ്രാനൈറ്റ് ഇടാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ സെയിം സാധനമാണ് ഇവിടെ മതില് കെട്ടാൻ വെറുതെ വെച്ചിട്ടുള്ളത്. കല്ലുവിന്റെ പാളികൾ കണ്ടോ? മൊത്തം നോക്കടാ, ഇതിന്റെയൊക്കെ പാളിയുടെ വലിപ്പം നോക്കി. നീ ഇങ്ങനെയൊക്കെ മതില് കിട്ടോ? അതിന്റെ പൊന്നോ, ഗ്രാനൈറ്റ് അടുത്ത ക്വാളിറ്റി അല്ല. സംഭവം ശരിയാ. ഇതൊരു കട്ടിങ് കിടിയും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളൊരു കട്ടിങ് കിടിയും ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് മതിലായി. നോക്ക് കുറച്ച് സ്ഥലം ഒന്നല്ല, അങ്ങേറ്റം വരെ ഇങ്ങനെ തന്നെയാ ഗ്രാനൈറ്റിന്റെ തന്നെയാ മതില്. പേടി നോക്ക് നീ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നോക്ക്. ഈ മതില് മൊത്തം കല്ല. അത് ഒറ്റപ്പാളിയാ. അത് ചെറിയ ചെറിയ പാളികളല്ലേ? അത് 2 അടി പാളിയല്ലേ? ഇത് കണ്ടോ നീ? 10 അടി പാളിയൊക്കെയാ നിക്കണത്. അത് ഈ സൈഡിലൊക്കെ ഉണ്ട്. അതേപോലെ കല്ലിന് വിലയില്ല ഇവിടെ. അതാണ് മെയിൻ കേസ്. നമ്മുടെ അവിടെ ഇത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലേ മുറ്റം മുഴുവൻ വിരിക്കും വേണമെങ്കിൽ ആൾക്കാര്. അല്ലാണ്ട് മതിലായിട്ടൊന്നും വെച്ച് ഇത് കളയില്ല. അതെ, ഈ സാധനമാണ് ഇത്. അയാൾ അവിടെ പറഞ്ഞ കോളിഫ്ലവറും അല്ല കാബേജും അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് എന്തൊരു സാധനം? ബ്രോക്കോളി ആവോ? എന്നിട്ട് അയാള് പറഞ്ഞു എന്റെ അടുത്ത് ഉള്ളിൽ കയറി നോക്ക് എന്ന് പറഞ്ഞു. ആ പക്ഷെ ഇത് എനിക്ക് തോന്നണില്ല ബ്രോക്കോളി വന്ന്. ആണോ? അതെ, പക്ഷെ ഇവിടെയൊക്കെ എത്രയധികം ബ്രോക്കോളി ഉണ്ടാവും. ജാതി വിലയില്ല അതിന്? കുറവാണോ? അതെ, അപ്പൊ ചിലപ്പോ ശരിയായിരിക്കും കേട്ടോ. ബ്രോക്കോളി ആണോന്ന് അറിയില്ല. ഇപ്പൊ കാബേജും അല്ല കോളിഫ്ലവറും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ് ആവാൻ ചാൻസ് ഉള്ളത്? ബ്രോക്കോളി തന്നെ ഇതേപോലത്തെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പുറത്തെ ലാശിക്കടിയും വലുതായിട്ടാണോ? അപ്പുറത്തെ ലാശിക്കടിയും വലുതാ? അതിന് ഡൈ ഉണ്ടാവുമോ? നോക്കട്ടെ കേട്ടോ, ഇപ്പൊ അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ അറിയാം. ചെരിഞ്ഞിങ്ങനെ പൊന്തണ ഭാഗമായിരുന്നു കേട്ടാ. തൊട്ടടുത്താട്ടാ എയർപോർട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുള്ള് വലുതായിട്ടാ കാണണേ. ഇതിപ്പോ ഞാനിത് കാണാൻ വേണ്ടിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പൊ മറ്റേ സിനിമയില് പറഞ്ഞ പോലെ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം നാറ്റിച്ചു എന്ന് പറഞ്ഞ പോലെ ഷൂവില് അപ്പടി ഫുള്ള് ചെളിയിൽ അങ്ങോട്ട് കയറി ചവിട്ടി തവിട്ട് പൊടിയായി. ആ താടോ, അപ്പന് താടോ. എവിടെ
ടിഷ്യൂ ഇല്ലേ? കുഴപ്പമില്ല. കളർ മാറി, ഷൂവിന്റെ കളർ ബ്രൗൺ ആയി. അല്ല, ആ നിലയ്ക്കുള്ള ചെടിയിലടാ ചവിട്ടിയെ. ഭാഗ്യം കാര്യം മൊത്തം പൂണ്ടുപോകാത്തതല്ലേ. ഒരു കാലം ചവിട്ടുകൾ എന്തായാലും അതൊന്നും കുഴപ്പമില്ല. നേരത്തെ ഗൂഗിൾ മാപ്പ് ലേശം തെറ്റിച്ച് കാണിച്ചെങ്കിലും നമ്മൾ ഇപ്പൊ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ട് അതേ ടോള് കഴിഞ്ഞിട്ടുള്ള നേരെ അടിയിൽ സർവീസ് റോഡിൽ വന്ന് കയറി. കുറച്ച് വഴി തന്നെ വളഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് കൂടുതലൊന്നും ഇല്ല. ഇത് സെയിം പാരലൽ റോഡ് തന്നെയാ. ഇനി നമുക്ക് ഇങ്ങോട്ടല്ലേ പോട്ടെ? അങ്ങോട്ടല്ല, നമുക്ക് നേരെ പോകേണ്ടത്. പക്ഷെ ലെഫ്റ്റ് ദേവനഹള്ളി എയർപോർട്ട്. എയർപോർട്ടിന്റെ വഴി വരെ ഒന്ന് പോയിട്ട് വരാം നമുക്ക്. ഞാൻ കുറേ കാലം മുന്നേ 2018 വന്നതാ ചേട്ടനെ കുവൈറ്റിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെള്ളപ്പൊക്കമായ സമയത്തേ അവിടുന്ന് ഫ്ലൈറ്റ് റദ്ദ് ചെയ്തു. അപ്പൊ ചേട്ടന് പിന്നെ ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടിയത് ഇവിടുന്ന്. അവിടെ ഒരാഴ്ച പൂട്ടിയിട്ടില്ലേ, അപ്പൊ ആ സമയത്ത് ചേട്ടൻ കൊണ്ടുവിടാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ എത്ര കൊല്ലായി. ഇന്ന് വന്നപ്പോ ഭയങ്കര സെറ്റപ്പ് വഴി പോലെയൊക്കെയാണല്ലോ തോന്നിയത്. അത് ഈ ബസ്സിന് ആവില്ല വന്നിട്ടുണ്ടാവില്ല അല്ലേ? അത് വേറെ സൈഡിൽ നിന്ന് നമുക്ക് കയറി വന്നിട്ടുണ്ടാവുക. നേരെ ടൗണിൽ നിന്നാ വന്നത് ഞാന്. ഇത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി അടിച്ച് വന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഫ്ലൈറ്റ് ഇഷ്ടം പോലെ കിടക്കണം. ഇത് ഫ്രണ്ട് സൈഡ് അല്ല, ഇത് ബാക്ക് സൈഡ്. അപ്പോ ഇതിൽ കൂടെ പോവാണെങ്കിൽ ബാക്കിൽ ഫ്ലൈറ്റുകൾ കിടക്കണതാണ് കേട്ടോ. ഫ്രണ്ടിൽ കൂടെ പോകണമെങ്കിൽ നല്ല ബാക്ക് സൈഡിൽ വഴിയുണ്ടെങ്കിൽ അതിലെ പോവാ. ഇത് 2005 കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇവിടെ തന്നെയല്ല, അത് ആ എയർപോർട്ട് അല്ല 2005 ഇവിടെ അല്ല അല്ലെ? ഇന്ദിരാനഗർ അടുത്ത് അവിടെ ഇപ്പോഴത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട്. ഓ, അപ്പൊ അതിലാണ് ഡൊമസ്റ്റിക് അല്ല, പണ്ട് ഡൊമസ്റ്റിക് ആയിരുന്നു. ഇപ്പൊ അത് മറ്റേ നേവി, എയർഫോഴ്സ്, ഡിഫൻസിന്റെ അങ്ങനെ ആക്കിയില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു അത് ടൗണിൽ ഇനി അന്ന് ടൗണിൽ ഓട്ടോറിക്ഷ വിളിച്ച് തൊട്ടടുത്ത് തന്നെയാ പോയത് കയറിയത്. അപ്പൊ അങ്ങനെ പോയിട്ടുള്ള ഒരു ചെറിയ ഓർമ്മയുണ്ട്. നമുക്ക് എയർപോർട്ടിന്റെ ഫ്രണ്ടിലേക്കല്ല കേട്ടോ നമ്മൾ പോണേ, ബാക്കിലേക്കാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ പോകുമ്പോ അതിന്റേതായ ഒരു രസമുണ്ടല്ലോ. പക്ഷെ ഇത് ലോങ്ങിലേക്ക് ആവുമോ? കണ്ടമാനം ബാക്ക് നോക്കി അതിന്റെ ഇടയ്ക്ക് ഒരു വഴിയുള്ള പോലെ ഉണ്ട്. ഒരു വഴിയുണ്ടോ നോക്കി, എനിക്ക് ഡൗട്ട്. ഇത് ഭയങ്കര ലോങ് ആയി പോയി ഫ്ലൈറ്റ് കിടക്കുന്നത്. കുറെ നേരം ഇനി ഇത് കപ്പലണ്ടി എന്ന് പറയുന്നു. ഇത് കപ്പലണ്ടി തന്നെയാണ്. ഇത് ഇവിടെ നിന്ന് പറിച്ചെടുക്കണ പച്ച കപ്പലണ്ടി, ഉണങ്ങിയ കപ്പലണ്ടി, അതാണ് ആ രണ്ടും. പിന്നെ പപ്പായ, അവ മുന്നിൽ വന്നതിനെ കാണാത്തതാ. കരിക്ക് കൊണ്ടുവന്നത് ഇതൊക്കെ നാടനാ. കണ്ട ആ പുള്ളി കരിക്ക് ആളുടെ കാറിൽ വീട്ടിലെ ഇത് കൊണ്ടുവന്നത്. അത് മധുരക്കിഴങ്ങ്. ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാവുന്ന അല്ലേ? അത് കണ്ടാലറിയാം അത് നാടനാണോ ഇതാണോ. ഒരു കടക്കാരനായിരുന്ന, പഴയ കടക്കാരനായിരുന്ന എന്നോടാണോ നീ കടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് പൈസ കൊടുക്കാൻ കടക്കാരനല്ല, കടയുണ്ടായിരുന്ന ആള്, കച്ചവടക്കാരൻ. അയാളോടാണ് നീ ഈ പറഞ്ഞ പോലെ ഇത് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ. ഇത് അല്ല, അതേ ഫ്ലൈറ്റ് വരണം പോകണു. എല്ലാവരും ചെരിഞ്ഞ പറഞ്ഞോണ്ടിരിക്കണേ. എയർപോർട്ടിന്റെ ബാക്കിലേക്ക് ഗൂഗിള് ഈ വഴിയും കാണിക്കുന്നുണ്ട്, ഈ വഴിയും കാണിക്കുന്നുണ്ട്. ഇത് ദാസേട്ടന്റെ വീടിന്റെ പുറകെ കൂടിയുള്ള വഴി, മറ്റേത് ഗോപിയേട്ടന്റെ വീടിന്റെ ബാക്കിൽ കൂടിയുള്ള വഴി. അങ്ങനെ രണ്ട് വഴി കാണിക്കുന്നുണ്ട്. ഇതിൽ പോകേണ്ടതിനുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൽ പോവാം, ദാസേട്ടന്റെ പോടാ. ഭാരത് ബെൻസ് പോയിട്ട് പോയാൽ മതി. ലൈറ്റ് ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്ന ആളാ. അല്ല, നമ്മളോട് പോകരുതെന്നാണ് പറയണത്, അല്ലാണ്ട് പൊക്കോട്ടേന്ന് ചോദിക്കണതല്ല. 99% ഈ വഴി ആവാൻ ചാൻസ് ഇല്ല. കാരണം ഇത് അവിടെ അവസാനിക്കുക കണ്ടോ. ചാമന്തി എന്റെ പൊന്നോനിതേ തോട്ടം. അന്ന് നെല്ലക്കല്ലേ പൂ ഉണ്ടായി നിക്കണേ. ഇതാണ് ക്യാരറ്റ്. അപ്പൊ ഇതേം കണ്ടുട്ടാ. നമ്മളെ ഇറങ്ങി ചെന്ന് കണ്ടു, നിത വണ്ടിയിലിരുന്ന് കണ്ടു. ഫ്ലൈറ്റ് പോകണത് കാണുന്നുണ്ട്. അപ്പൊ എയർപോർട്ട് അവിടെയാണ്, പക്ഷെ വഴി കഴിഞ്ഞു പോനെ. ഇവിടെ തിരിക്കേണ്ട വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എയർപോർട്ടിന്റെ ഗേറ്റ് തന്നെയാ, കോമ്പൗണ്ടാണ്. അപ്പൊ ഇതിലെ വഴിയില്ല. അപ്പൊ നമ്മൾ അതിൽ നേരത്തെ കണ്ട വഴിയില്ലേ, ആ വഴിക്ക് പോയി ഇത്ര അകലെ നിന്നിട്ട് ബാക്ക് സൈഡ് കാണാനേ പറ്റുള്ളൂ. അല്ലാണ്ട് തൊട്ടടുത്ത് ഇതേ ഇവിടെ ഇറക്കരുത് കേട്ടാ. എവിടെ ഇവിടെ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ബാക്ക് ഇറക്കിയാൽ മതി. ആ തള്ളിയെങ്കിലും കയറി പോവാ. ചെളി പോലെയാണ് തോന്നണേ. ഇവിടെ മഴ പെയ്തണ്ടേ. ഇപ്പോഴാണ് കുട്ടൻ പറയണത് മൽബറി എന്തിനാ ഇവിടെ ഉപയോഗിക്കണേന്ന് അറിയോ? ഇല്ല. മൽബറി എന്തിനാ കുട്ട ഉപയോഗിക്കുന്നത് ഒന്നോടെയും പറഞ്ഞേ. ഇത് എനിക്കറിയായിരുന്നു ഇത് പട്ടുനൂൽ കൃഷിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട്. സെന്റിമല്ലി. സെന്റിമല്ലി. ഇനി ഇത് ഉറക്കത്തിന്ന് എഴുന്നേറ്റപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായി കേട്ടാ. ഇപ്പൊ ചെടിയുടെ പേരൊക്കെ കറക്റ്റ് ആയി. ഞങ്ങള് നേരത്തെ മുല്ലപ്പൂ കാണുമ്പോ റോസപ്പൂ, റോസപ്പൂ കാണുമ്പോ മുല്ലപ്പൂ എന്നൊക്കെ പറഞ്ഞ. അത് ആമ്പലാണ്, വൈലറ്റ് കളർ ആമ്പലാണ് അത് നിൽക്കുന്നത്. കാണാനൊക്കെ നല്ല രസാ. അത് നിക്കണ സ്ഥലമാണ് വൈലറ്റ് കളർ ആമ്പലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിക്കണ സ്ഥലത്തിന്റെ ഒരു പേര് പറഞ്ഞ. ഓ, അപ്പൊ നമ്മൾ അടുത്ത വഴി കൂടെ കയറി വെക്കാണ്. ഇങ്ങനെ കയറി ബാക്കിലേക്ക് അവിടെ തീരാണോ? അപ്പൊ തിരിച്ചോ.
നമ്മളിപ്പോ എയർപോർട്ടിന്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ പോണത്. ഫുള്ള് കണ്ടൽക്കാടുകളാണ് കേട്ടോ. ഇവിടെ മൊത്തം കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് അതിന്റെ ബാക്കിൽ നിന്ന് വല്ല വ്യൂ കാണാൻ പറ്റുമോ എന്നുള്ള അന്വേഷിച്ച് അങ്ങനെ പോയതാണ്. അങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു കനാലിന്റെ അവിടെ വന്നപ്പോൾ അവസാനിച്ചു. പക്ഷെ അവസാനിച്ച് കഴിഞ്ഞിട്ടും വണ്ടി പോണ വഴി ഉണ്ടായിരുന്നു. അകലെ ഞങ്ങൾ വേറെ വഴിയിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു ഹോണ്ട സിറ്റി കിടക്കണുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഈ തൊട്ടടുത്ത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഫ്ലൈറ്റുകൾ മൊത്തം കിടക്കണയും കാര്യങ്ങളൊക്കെ കാണായിരുന്നു. ഇപ്പൊ ഈ വഴിക്ക് പോയിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല. ഇതൊക്കെ എയർപോർട്ടിന്റെ തൊട്ട് ബാക്കിൽ വന്ന് അവസാനിക്കുന്ന വഴിയാണ് കേട്ടോ. ഒന്നും എയർപോർട്ടിന്റെ സൈഡിൽ കൂടെ പോയിട്ട് വ്യൂ കാണാൻ പറ്റിയിട്ടുള്ള ഒരു വഴിയില്ല. അപ്പൊ ഇത് എയർപോർട്ടാണ്. ഈ ഉള്ളിൽ കാണുന്ന എയർപോർട്ട്. അതേ ഉള്ളിലേക്ക് കയറി പോണു. വണ്ടി ഒതുക്കിയിട്ട് ചുമ്മാ നോക്കിയാലോ? എന്നാ വണ്ടി ഒതുക്കിയിട്ട് നോക്കി നോക്കാം. കാണാൻ പറ്റില്ല എന്നുള്ളത് അറിയാലോ. അവിടേക്ക് വഴിയുണ്ടെന്ന് തോന്നുന്നു. വഴിയുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഒതുക്കി എടുത്തു നോക്കാം. ഇവിടെ വരെ വന്നതല്ലേ, കണ്ടിട്ട് പോവാം. നോക്കിനി ഇതൊരു വാഴയുടെ കളറ്, പഴത്തിന്റെ കളർ നോക്കി. വയലറ്റ് പൂവന, എന്നിട്ട് അതിന്റെ പേര് ചാരപ്പൂവനാ, ചെങ്കതലിയാ. ഗൈസ്, വണ്ടി അവിടെ നമ്മൾ ഒതുക്കി നിർത്തി. നേരെ ഇതിലിങ്ങനെ ബൈക്ക് കയറി വന്ന വഴിക്ക് ഇങ്ങോട്ട് കയറി വന്നു. ഈ മതിൽ കോമ്പൗണ്ട് അടച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല. ഇപ്പൊ നേരെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇതൊരു വഴിയാണ്. പവർ സ്റ്റേഷൻ എയർപോർട്ടിന്റെ അല്ല, എയർപോർട്ടിന്റെ ബൗണ്ടറി അതാണെന്നുണ്ട് അല്ലേ? ശരിയാണ്. അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് നോക്കണ്ട കേട്ടോ. ലീഫ് മാത്രമേ കാണുന്നുള്ളൂ, ഫ്ലൈറ്റ് ആയിട്ട് കാണാനില്ല ഒന്നും. ഇതാണ് സംഭവം. ഇത് കാണുന്നുണ്ട്. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ലീഫ്? ആ കിടക്കണൊക്കെ ഫ്ലൈറ്റ് തന്നെയാ കേട്ടാ. പക്ഷെ ഇതൊക്കെ ഫ്ലൈറ്റുകൾ തന്നെയാണ് കിടക്കണത്. എവിടെ? ലാൻഡിങ് അവിടെ അല്ലേ? അതെ, ഇങ്ങോട്ട് വന്നു. ലാൻഡിങ് അവിടെയും ഇവിടെയാണ്, ടേക്ക് ഓഫ് ഇവിടെയാണ് കേട്ടോ. അതെ, ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ദേ നോക്കി, കണ്ടോ? ദേ വരണം പോണു. നീങ്ങണ്ടത്. പിന്നെ ദേ വരണം അവിടെ നീങ്ങണ്ട്. തൊട്ട് പുറകിൽ വരെ നീങ്ങണ്ട്. ഇൻഡിഗോ വരുന്നുണ്ട് കേട്ടാ. ഇത് ശരിക്കും നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലേ ബസ് കാണാൻ പോയ പോലെ നിറച്ചും ഫ്ലൈറ്റ്. അതേ എന്തോ അതേ അപ്പുറത്തുനിന്ന് വരണം. പിന്നെ അതേതത് ഇപ്പൊ പറക്കണ കാണാട്ടാ. അതേ ഞങ്ങൾ വർത്താനം പറഞ്ഞ് നിന്ന സമയം കൊണ്ട് ഒരു ഇൻഡിഗോ പറന്നകന്നു. അമ്മ, അടിപൊളി. ഇതേ ഒരെണ്ണം പറക്കാൻ വേണ്ടി പോണു. 3 പറക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ. വരിയായിട്ടാണ് പോണത്. 5 മിനിറ്റ് ഗ്യാപ്പില്. അതിപ്പോ നമ്മൾ അവിടെ നിന്ന് നിന്നപ്പോ മുതൽ അങ്ങനെ വരുന്നത് ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഇല്ല, അവിടെ നിന്ന് പറക്കല്ല ചെയ്യാം. അവിടെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടല്ലേ പറക്കുക. ഇല്ല, പേരില്ല. ലാൻഡിങ് നടക്കണ്ട കേട്ടോ. ലാൻഡിങ് കുറെ അപ്പുറത്താ. അടുത്തത് പൊങ്ങി. ഇതിന്റെ പങ്കിയൊക്കെ പുറത്താണല്ലോടാ. ശ്രദ്ധിച്ചാ? ഇൻഡിഗോന്റെ ഇത് കുഞ്ഞിതാ. തീരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് പോണ സാധന. ഇത് തൊട്ടടുത്തേക്ക് എങ്ങനെയാണെന്നുണ്ട്. മൈസൂർക്കായിരിക്കും, ആള് കുറവാ. ചുമപ്പ് പോണ്ട് പൊങ്ങാനായിട്ട്. അതെ. കാരണം ഇത് അവിടെ എത്തുമ്പോ പൊങ്ങൂട്ടോ. അതെ, അതിന്റെ അവിടെ നിന്ന് അവിടെ ഒരു കറങ്ങണ സാധനം ഉണ്ടല്ലോ. അതെന്താണോ? ഇത് എന്തിട്ടാണോ സംഭവം? കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധനം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാക്കേനെ ഓടിക്കാനാണോന്ന് അറിയില്ല. അവിടെ ഒരു വെടി പൊട്ടിക്കുന്നുണ്ട് ഈ ഗ്യാപ്പില്. അപ്പോൾ പുകയൊക്കെ വരണ കണ്ടു. ദേ അങ്ങ് അകലെ പോയിട്ടാ ഫ്ലൈറ്റ്. 2 പോകണ്ട കേട്ടോ, അടുപ്പിച്ച് പൊങ്ങാനായിട്ട്. ഇവിടെ നല്ല വ്യൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പൊങ്ങണം നല്ല അടിപൊളിയായിട്ട് കാണാം. നിറച്ചും ഫ്ലൈറ്റ് കിടക്കണം കാണാം. ഞങ്ങൾ എണ്ണി ഇവിടെ ഇൻഡിഗോ തന്നെ നിരയിൽ മാത്രം 11 കിടക്കണ്ടേ. 11 കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ഒരു എന്തോ അറിയാം. അയ്യോ, പൊന്താണില്ലോ. സാധാരണ ഇത്തിരി നേരം വൈകില്ല പൊന്താൻ. വണ്ടി ഫുള്ള ആളായിരിക്കും. അമ്മ പോയി, അങ്ങോട്ടേക്ക് പോയി. ലാൻഡിങ് അവിടെ നടക്കണ്ട്. നമ്മൾക്ക് കണ്ണില് കാണാണ്ട. കണ്ടു അതിയെ ലാൻഡിങ് ഉണ്ട് അവിടെ. ഇവിടുന്ന് പൊന്തണ പോലെ തന്നെ അവിടെ താഴ്ന്നുണ്ട്. എത്ര എണ്ണം നമ്മൾ നേരത്തെ വന്നപ്പോഴൊക്കെ ഉണ്ട്. അതെ. നേരെ തിരിച്ച് വണ്ടിയുടെ അവിടേക്ക് എത്തിയിട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇറങ്ങിക്കൊണ്ടിരിക്കുക.
അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഈ ബസ് പോണ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോണ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നിന്ന് അവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ചു പോവാം. അപ്പോൾ ഇനിയിപ്പോൾ പല സ്ഥലങ്ങളും കാണാണ്ട് നമുക്ക് നേരെ അടുത്ത യാത്രയിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം സംഭവം ചെയ്ത് പുതിയ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കുക. എല്ലാവർക്കും ബൈ 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 ബൈ.